വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ സൂപ്പാണ്. അതിനായിട്ട് കുറച്ച് എല്ലുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. തലയുടെ കഷ്ണം, ചിറക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ എല്ലുണ്ടാവുമല്ലോ, അതൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാമൊക്കെ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിടാതെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ മാംസത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഉപ്പ് പിടിക്കാത്തൊരു ചുവയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കണത്. അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയമായി ഇത് വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടായി കാണുന്നത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഈ വെള്ളത്തിലും പിന്നെ കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചല്ലോ, അതിലും കിടന്നാണ് ഇത് വെന്ത് വരണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആട്ടോ. അതേസമയം ആദ്യമേ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ ചിക്കൻ പീസസ് എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വശം കൂടി ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ അടച്ചു വെച്ച് വേവിക്കാം. ഫ്ലെയിം കുറച്ചാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കണത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ അടിയിലുള്ള ഭാഗമില്ലേ, ഈ ഉള്ളിയുടെ ഭാഗം, അത് കൂടി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുത് അരിഞ്ഞതും ഒരു ക്യാരറ്റ് അതും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കുന്നതിന് പകരം ഒരുമിച്ച് സ്റ്റോക്ക് ഉണ്ടാക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സ്പ്രിംഗ് ഓനിയൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു ഉള്ളിയോ സവാളയോ എടുത്തിട്ട് അത് മണ്ണിലിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മുള വരും. അല്ലെങ്കിൽ മുള വന്നതുണ്ടാവും, അതെടുത്ത് നട്ടു കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കണ സവാളയാണ്. ഇനി ചട്ടിയൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് മണ്ണെടുത്ത് അതിൽ വെച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് നേരമായി. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസും ഇടാം. ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അതിടാം, ബീൻസ് ഉണ്ടെങ്കിൽ അതിടാം. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ഇടാതെ ക്യാരറ്റ് മാത്രം ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ ഉപ്പിട്ട് കൊടുക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ പിന്നെയല്ലേ ഉപ്പിടുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കനിലും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എരിവുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി. അത് ഓരോരുത്തരുടെ ടേസ്റ്റാണല്ലോ. ഇനി ഇതൊന്ന് വറ്റി വരണവരെ അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. തുറന്ന് വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് പെട്ടെന്ന് വറ്റിക്കിട്ടും. ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്റ്റോക്ക് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് കാണിക്കാഞ്ഞത്, നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ അരിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാഞ്ഞത്. ഇനി വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് പച്ച ചീര, ചുമന്ന ചീര, ഇത് രണ്ടും അരിഞ്ഞിട്ട് അതിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓനിയൻ്റെ ആ പച്ച ഭാഗം ഉണ്ടല്ലോ, അതും അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീരയൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചീര പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ, ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ വെന്ത് വരും. അപ്പോൾ നേരത്തെ ഇട്ട് കൊടുക്കരുത്, സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കരുത്, ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് സ്പൂൺ വെച്ച് അടിച്ചെടുക്കാം. അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഒരു വെള്ള സാധനം ഇങ്ങനെ കിടക്കണ കണ്ടിട്ടില്ലേ, അത് ഇങ്ങനെ മുട്ട ഒഴിക്കുമ്പോഴാണ് അതങ്ങനെ വരണത്.
തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ അങ്ങനെ വരുള്ളൂ കേട്ടോ. ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണേ. ഇപ്പം ഇത് നല്ല കളർഫുള്ളായില്ലേ, പച്ച, വെള്ള, ചുമപ്പ്. ഇനി റെസ്റ്റോറൻറ്റ് സ്റ്റൈലാവാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അതും കൂടി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോകും കേട്ടോ. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് മൈദയും ഇതുപോലെ തന്നെ 1 സ്പൂൺ എടുത്തിട്ട് വെള്ളമൊഴിച്ച് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വരും. ആ കോൺഫ്ലവറിൽ നിന്ന് വെന്ത് വന്നാൽ മാത്രം മതി, അത് പെട്ടെന്ന് വരുമല്ലോ. ഇപ്പം ഇത് കുറുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ മാംസം മാത്രം എടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ക്യാരറ്റും കൂടി എടുത്തിടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതും കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. ഇത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.